ഹലോ മൈ ഡിയർ CBSE ഫാമിലി മക്കളെ, ഇന്ന് സാറ് നമുക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. നിങ്ങൾ കുറേ പേർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, കുറച്ച് പേരൊന്നും അറിയില്ലാണ്ടാവില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് കേട്ടിരിക്കുക. നിങ്ങളുടെ 2024-25 അധ്യയന വർഷത്തെ അക്കാഡമിക് ഇയറിലെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുണ്ട് മക്കളെ, റിലീസായിട്ടുണ്ട്. നമ്മളെ CBSE ഒഫീഷ്യലായിട്ട് അവരുടെ വെബ്സൈറ്റിൽ അത് റിലീസാക്കിയിട്ടുണ്ട്. പിന്നെ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണുക. എന്താണ് ആ സാധനം എന്ന് അറിയാത്തവർക്ക് വേണ്ടി സാർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇത്രേ ഉള്ളൂ. ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാമ്പിൾ മാതൃകയാണ്. നിങ്ങൾക്ക് എന്താണോ അടുത്ത വർഷം 2025 നിങ്ങൾ എഴുതാൻ പോകുന്ന പബ്ലിക് എക്സാമിൻ്റെ എക്സാക്ട് സെയിം മോഡലായിരിക്കും നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. അതിൻ്റെ ഏകദേശമല്ല എല്ലാം തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ ചോദിക്കുന്നതായിക്കോട്ടെ, പിക്ചർ ബേസ്ഡ് ആയിക്കോട്ടെ, അസേഷൻ ബേസ്ഡ് ആയിക്കോട്ടെ, എല്ലാം എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സാമ്പിൾ പേപ്പറിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ CBSE എന്ന് പറഞ്ഞ അക്കാഡമിക് സൈറ്റ് എന്ത് ചെയ്യുന്നത്, അവർ പബ്ലിഷ് ചെയ്യുന്നത് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. എന്താണ് നിങ്ങൾക്ക് ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ നിങ്ങളെ മുന്നിൽ കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓൾറെഡി എൻ്റെ മക്കളോട് പറഞ്ഞു തരികയാണ് CBSE. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. 2025 നിങ്ങളെ പബ്ലിക് എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഈ ഒരു മോഡലിലായിരിക്കും എന്ന് കാണിച്ചു തരിക. അപ്പോൾ എവിടെ നിന്നാണ് മക്കൾ ഇത് കിട്ടാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ CBSE നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റുന്നത് https://www.gov.in. എൻ്റെ മക്കൾ അതിലേക്ക് പോവല്ലേ, നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് nic.in പോവാം. എന്താണ് CBSEയുടെ സെൻട്രൽ ബോർഡ് ഓഫ് എഡ്യൂക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ nic.in ആട്ടോ, അതിലേക്ക് പോവാം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. എന്താ ഇത് ഉദ്ദേശിക്കുന്ന മക്കൾ, ഇത്രയേ ഉള്ളൂ. ഈ ഇന്റർഫേസിൽ നിങ്ങൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ കാര്യങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ പറഞ്ഞിട്ടുള്ള സർക്കുലേഴ്സ്, പബ്ലിക്കേഷൻസ്, കരിക്കുലം എന്ന് പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. അതിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് എൻ്റെ നമുക്ക് കാണാൻ പറ്റുന്ന സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പറ്റും. എന്താണ് സാർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന സാധനം. അങ്ങനെ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ CBSE കൊണ്ടുവന്നിട്ടുള്ള CBSE പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ മക്കൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ നോക്കിയാൽ മക്കൾ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ ഏതാണോ, ഏത് ഇയർ 2024-25 ബാച്ച് അല്ലേ നിങ്ങൾ, അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് തന്നെ എൻ്റെ മക്കൾക്ക് അത് കാണാൻ പറ്റും. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. ഇവിടെ ക്ലാസ് 12 ഉണ്ട്, ക്ലാസ് 10 ഉണ്ട്. ഓക്കെ, ക്ലാസ് 12 പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. അതേപോലെ തന്നെ 10ലേക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. ഇവിടെ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യും, നമ്മൾ ക്ലാസ് 10 ക്ലിക്ക് ചെയ്യും. അങ്ങനെ ക്ലാസ് 10 ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടും മക്കളെ ഈ പറഞ്ഞിട്ടുള്ള ഏതൊക്കെയാണ് സബ്ജക്റ്റ് വേണ്ടതോ അതിൻ്റെ എല്ലാത്തിൻ്റെയും സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ മക്കളെ മുന്നിലേക്ക് ഇതാ പറന്ന് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പിടിച്ച മക്കളെ ഏതൊക്കെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സാറിൻ്റെ സബ്ജക്റ്റ് സോഷ്യലാണ്. അപ്പോൾ ഒബ്വിയസ്ലി സാർ എന്താ ചെയ്യാൻ പോകുന്നത്, സോഷ്യൽ എടുക്കാൻ പോവാണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് സാൻസ്ക്രിറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് SST എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്താണ് SST? നിങ്ങൾ മെയിൻ ആയിട്ട് സോഷ്യൽ സയൻസ് അല്ലേ, സോഷ്യൽ സയൻസിൻ്റെ നേരെ നിങ്ങൾക്ക് ഇവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് കാണാൻ പറ്റും. ഇപ്പം സോഷ്യലാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടോ മക്കളെ, ഇവിടെ കൃത്യം മാർക്കിംഗ് സ്കീം കൂടെ എങ്ങനെയാണ് ഓരോ മാർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് കൂടെ പറഞ്ഞു നോക്കുന്നുണ്ട്. അതിലേക്ക് സാറെത്താം. ആദ്യം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു PDF ആയിട്ടായിരിക്കും അത് വരിക. അങ്ങനെ PDF ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം കിടക്കും. ഓക്കെ, എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നെറ്റിലാണ് എടുത്ത് കാണാം. ഓക്കെ, എനിവേ സോഷ്യൽ സയൻസിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 80 എന്താണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 80 പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയുള്ളൂ മക്കളെ. 80 മാർക്കിൻ്റെ ഒരു സാധനമാണ് സോഷ്യൽ സയൻസ്. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കാണാൻ പറ്റും. ഇതിൽ വലിയ ചേഞ്ചും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. പക്ഷേ നിങ്ങളോട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ MCQയുടെ കാര്യത്തിലായിക്കോട്ടെ ഒരു കാര്യത്തിൽ മാറ്റം വന്നിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ സാർ പിന്നെ എന്തിനാണ് സാർ പറയുന്നത്, ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. സോഷ്യലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ താഴേക്ക് നിങ്ങൾ പോയി കഴിയുമ്പോൾ മക്കളെ ഇവിടെ ഇങ്ങോട്ട് താഴേക്ക് അസേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, ചേരുംപടി മാച്ച് ദ ഫോളോയിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ കുറച്ചൊന്ന് ടഫ് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ 10ാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ എത്ര പേര് ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ സോഷ്യൽ സയൻസിന്റെ കാര്യം വരുമ്പോൾ നമുക്കറിയാം ഒന്നെങ്കിൽ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അസേഷൻ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ മക്കളെ, ഈ പറഞ്ഞിട്ടുള്ള ഈ മനുഷ്യരെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ് സാർ കണ്ടിട്ടുണ്ട്. ആരാധം ഈ പറഞ്ഞ നെപ്പോളിയൻ ആണ് ഈ പറഞ്ഞിട്ടുള്ള വ്യക്തി. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അതേ പിക്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇവിടെ ചോദിച്ചേക്കുന്നത് നെപ്പോളിയന്റെ കൃത്യമായിട്ടുള്ള എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റ്മാന്റെ രൂപത്തിലാണ് നെപ്പോളിയനെ കാണിച്ചേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ബേക്കിൽ നിന്ന് പുറകിൽ നിന്ന് ബാഗിൽ നിന്ന് എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ വീണ് പോകുന്നുണ്ട് അല്ലെ. അങ്ങനെ വീണ് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ആ വീണ് പോകുന്ന സാധനങ്ങൾ എന്താണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, എന്താണ് ഫ്രം ഹിസ് ബാഗ് റെപ്രസെന്റ്, എന്താണ് ബാഗിലുള്ള റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് വാൾസ് ഹി ഫോർട്ടും ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം യുദ്ധം ചെയ്ത എത്ര എണ്ണങ്ങളാണ്. ലെറ്റേഴ്സ് ഹി പോസ്റ്റ് ടു ദ മൊണാർക്സ് എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർക്ക് അയച്ച കത്തുകൾ. ടെററിസ്റ്റ് ലോസ്റ്റ് ബൈ ഹിം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏരിയാസ് കോൺകേർഡ് ബൈ ഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ മക്കളെ മുന്നിലേക്ക് പിക്ചർ ബേസ്ഡാ. ഒരു പിക്ചർ തന്നിട്ട് അതിനെ നിങ്ങൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, എങ്ങനെ നിങ്ങൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ച്, വളരെ വലിയൊരു ചേഞ്ച് CBSE കൊണ്ടുവന്നിട്ടുണ്ട്. സോഷ്യലിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഇപ്പം മറ്റുള്ള സബ്ജക്റ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, സയൻസ് സബ്ജക്റ്റിന്റെ കാര്യങ്ങളായിക്കോട്ടെ മക്കളെ, അതിൽ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ വലിയ മാറ്റങ്ങളോ ചോദിച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതേപോലുള്ള ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് CBSE എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഓക്കെ, റെഡി ആണെന്ന് വിശ്വസിക്കുന്നു മക്കൾ. അത്രയാണെങ്കിൽ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാർ വന്നിട്ടുള്ളത്. പ്ലസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സാർ വീണ്ടും നിങ്ങൾ കാണിക്കാൻ പോകണം എന്താണ് മാർക്കിംഗ് സ്കീം. ഈ സോഷ്യൽ സയൻസിൻ്റെയൊക്കെ മാർക്കിംഗ് സ്കീം എന്താണ് സാറിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന മക്കളെ ഈ പറഞ്ഞിട്ടുള്ള ഏതാണ് കോമൺ സബ്ജക്ട്സ് ഒക്കെ ആണല്ലേ, സ്വാഭാവികമായിട്ടും ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഏതൊക്കെയാണ് കാര്യങ്ങൾ, അതിൻ്റെ ഏതൊക്കെയാണ് എവിടേക്കാണ് സെക്ഷൻ A Bയിലൊക്കെ എന്താണ് വരുന്നത്, കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് അതിന് കാണുന്നത്, കൃത്യമായിട്ട് മാർക്കിംഗ് സ്കീം അടക്കം ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡിയാണോ മക്കളെ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓരോന്നും എൻ്റെ മക്കൾക്ക് ചെക്ക് ചെയ്താവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ സബ്ജക്റ്റ് വേണ്ടത് അതിനനുസരിച്ച് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. യെസ്, നമ്മൾ എടുത്തത് സോഷ്യൽ അല്ല, യെസ് സോഷ്യൽ എടുത്ത് നോക്കാം നമുക്ക് കൃത്യമായിട്ട്. യെസ്, ഇങ്ങനെയാണ് സോഷ്യലിൻ്റെ കാര്യം വരുന്ന മക്കളെ. 80 മാർക്കിലായിരിക്കും വരിക. കൃത്യമായിട്ട് ഓരോന്നിനും ഓരോ സെക്ഷൻ വന്നിട്ടുണ്ടാവും. കൃത്യമായിട്ട് ഫോളോയിങ് വിഷ്വലി ഇമ്പേർഡ് കാൻഡിഡേറ്റ്സ് ഓരോന്നായിട്ട് വന്നിട്ടുണ്ട് മക്കളെ. ഓരോ മാർക്ക് വീതം എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള നോക്കിയാൽ വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വീതം. അങ്ങനെ നോക്കിയാൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. എത്ര മാർക്ക് എവിടെ നിന്നൊക്കെ വരും, എത്ര കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മുടെ CBSE കാണിച്ചു തന്നിട്ടുണ്ട് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ. അപ്പം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, 2025 എക്സാം എഴുതുന്ന കുട്ടികൾ എന്ത് ചെയ്യുക, ഇതായിരിക്കും നിങ്ങളുടെ എക്സാം പാറ്റേണിലെ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പോകുന്നതാണ് ഈ പറഞ്ഞിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഓക്കെ, കിടിലമാണല്ലോ മക്കളെ. എങ്ങനെയൊക്കെ തന്നെയായിരിക്കും എന്ത് പറയുന്നത്, ഇതേ വെയിറ്റേജിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ത് പറയുന്നത് നിങ്ങളെ പബ്ലിക് എക്സാമിന് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പറയണമെന്നുണ്ടായിരുന്നു സാറിന്. അപ്പോൾ വേറെ ഒന്നുമില്ല മക്കളെ, അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയും കാര്യങ്ങൾ, സാർ ഇത് കുറച്ച് ടഫായിട്ട് വരുമോ, പേടിയുണ്ടോ എന്നൊക്കെ ഭയമുള്ളവർ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മാത്രം മതി. CBSE 10 ഈ കാണുന്ന നമ്പറിലേക്ക് എൻ്റെ മക്കൾ ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി. നമ്മൾ അടിപൊളിയായിട്ട് ഇവിടുന്ന് ഓരോ സബ്ജക്റ്റിനും ആയിക്കോട്ടെ കൃത്യമായിട്ട് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ജോയിൻ ചെയ്യുക, കിടിലമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇത് മറക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിളിൽ പോവുക, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അടിച്ചു കൊടുക്കുക, വന്നു. അതിൽ നിങ്ങൾ രണ്ടാമത്തെ സാധനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓരോന്നും എൻ്റെ മക്കൾ കാണാൻ പറ്റും. ഇവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, എല്ലാം എൻ്റെ മക്കൾ ഇവിടെ കിട്ടുന്നതായിരിക്കും. അതിൽ ഈ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഓരോന്നും എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. 10ാം ക്ലാസ്സിൽ വേണ്ടവർക്ക് 10ാം ക്ലാസ്, അതേപോലെ തന്നെ കൃത്യമായിട്ട് +2 വേണ്ടവർക്ക് +2 ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, മറന്നു പോകണ്ട. അപ്പോൾ അടിപൊളിയാക്കുക. ഇത്രയും കാര്യങ്ങളൊന്നും ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം അടുത്ത റിലീസ് ചെയ്തത്. അപ്പോൾ എൻ്റെ മക്കൾക്കൊന്ന് പറഞ്ഞു തരണമല്ലോ. അറിയാത്ത കുറേ പേരൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയൊക്കെയാണ് വെയിറ്റേജും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നറിയാത്ത ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് സാറ്. അപ്പോൾ അടിപൊളിയായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക, അടിപൊളിയാക്കുക. മറക്കണ്ട, നമ്മുടെ ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യേണ്ട കാര്യം മറക്കാതിരിക്കുക. നിങ്ങൾക്ക് പേടിയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കണം എന്നുള്ളവരൊക്കെ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാം മക്കളെ. ഹാപ്പി ലേണിംഗ്.